മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പേമാരികളൊക്കെ കുത്തിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ടു പോയത് 600 കുടുംബങ്ങളാണ്. കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ചില വീടുകളിലൊക്കെ ആ വീട്ടിൽ അന്ന് രാത്രി താമസിക്കാതിരുന്ന, അല്ലെങ്കിൽ അന്ന് രാത്രി അന്തിയുറങ്ങാൻ ആ വീട്ടിൽ ഇല്ലാതിരുന്ന വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അവർക്ക് വേണ്ടി നമ്മുടെ കേരള സമൂഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 700 ചില്ലറ കോടി രൂപ 2-3 ദിവസങ്ങൾക്കുള്ളിലാണ് സമാഹരിച്ച് നൽകിയത്. ആ പാവങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇന്ന് ഇതുവരെ ഒരു മാതൃക എന്ന പേരിൽ, ഒരു ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഞങ്ങൾ വെച്ച് നൽകാൻ പോകുന്ന വീട് ഇതാണെന്ന പേരിൽ ഒരു തീപ്പെട്ടിക്കൂട് പോലെയുള്ള ഒരു സാധനം ഉണ്ടാക്കി അവിടെ വെച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആ നാട്ടുകാർക്ക്, മുണ്ടക്കൈക്കാർക്ക്, ചൂരൽമലക്കാർക്ക് ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം അവരുടെ ആ ഒരു കാരുണ്യം ചൊരിയുന്നത്. അത് മുടക്കാൻ വേണ്ടിയിട്ട് ഒരുപാടധികം ശ്രമങ്ങളുണ്ടായി. മുസ്ലിം ലീഗ് അവിടെ വീട് വെച്ച് നൽകാൻ വേണ്ടി ഏറ്റെടുത്ത ഭൂമി അത് തോട്ടഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് പല വിധത്തിലുള്ള നിയമ തടസ്സങ്ങളുമായിട്ട് പലരും മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു. ഒരു സർക്കാർ, ഒരു നിഷ്പക്ഷമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സർക്കാർ, ആ സർക്കാർ ചെയ്യേണ്ട പ്രവൃത്തി ആ സർക്കാർ അല്ലാത്ത മറ്റാരെങ്കിലും ചെയ്ത് ഈ രാജ്യത്തുള്ള, ഈ നാട്ടിലുള്ള സാധാരണക്കാരന് ഒരു ഉപകാരം ലഭിക്കുന്നുവെങ്കിൽ, അവിടെ എന്തെങ്കിലും ഒരു നിയമ തടസ്സം ഉണ്ടാകുന്നുവെങ്കിൽ ആ നിയമ തടസ്സങ്ങൾ നീക്കി കൊടുക്കേണ്ടത് ആ സർക്കാരിൻ്റെ കടമയല്ലേ? അങ്ങനെ സർക്കാർ ആ തടസ്സം നീക്കി കൊടുക്കുന്നതിന് പകരം തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഈ സർക്കാർ ഇത്തരത്തിൽ പലരും വീടുകൾ വെച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകിയപ്പോൾ പിണറായി വിജയന് വാശി എന്തായിരുന്നു എന്നറിയാമോ? ആ പണമെല്ലാം നിങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ചാൽ മതി, സർക്കാർ അതൊക്കെ ചെയ്തു കൊടുത്തോളാം എന്നായിരുന്നു. അതായത് സർക്കാർ ഇപ്പോൾ അവിടെ 100 വീട് വെച്ച് നൽകുന്ന ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു. അതിന്റെ പ്രവർത്തന ചുമതല അല്ലെങ്കിൽ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിക്കാണ്. ഈ ഊരാളുങ്കൽ സൊസൈറ്റി ആരുടേതാണ്? പിണറായി വിജയന്റേതാണ്. എന്നിട്ട് അവിടെ 30 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിൽ ഉണ്ടാക്കിയ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു തീപ്പെട്ടിക്കൂട് പോലത്തെ വീട്. അത് കണ്ട ഉടനെ പൊതുജനം ഒന്നടങ്കം ചോദിച്ചതാണ്, ഇതിനാണോ 30 ലക്ഷം ചിലവാകുന്നത്? ഇതിനാണോ 30 ലക്ഷം ചിലവാകുന്നത്? അപ്പോ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ അണ്ണാക്കിലേക്ക് എല്ലാം തള്ളിക്കൊടുക്കണമെന്ന് പിടിവാശി പിടിച്ച പിണറായി വിജയൻ മുസ്ലിം ലീഗ് നിർമ്മിക്കാൻ പോകുന്ന 100 വീടുകൾക്ക് എല്ലാവിധ തടസ്സങ്ങളും മതമുടക്കുവാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ തടസ്സങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഇന്ന് ആർജവത്തോടു കൂടി, അതിലേറെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞാൻ അതിൻ്റെ ഒരു പ്രവർത്തകനാണ് എന്ന്. അതിൻ്റെ ഒരു പ്രവർത്തകനാവാൻ കഴിഞ്ഞതിൽ വളരെയധികം ആത്മാഭിമാനമുള്ള ഒരു നിമിഷമാണ്. നാളെ 1000 ഏക്കറിൽ 8 സെന്റ് ഭൂമി വീതം, ഓരോ വീട്ടുകാരനും 8 സെന്റ് ഭൂമി, അതിൽ 1000 ഏക്കർ, മൊത്തത്തിൽ ഒരു 1000 ഏക്കർ ഉള്ള സ്ഥലത്ത് 8 സെന്റ് ഭൂമി വീതം ഓരോ വീട്ടുകാരനും നൽകിക്കൊണ്ട് അവിടെ നാളെ ആ പുനരധിവാസ വീടുകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. 1000 ഏക്കർ അല്ല, 11 ഏക്കറിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ. 11 ഏക്കർ സ്ഥലത്ത് 8 സെന്റ് ഭൂമി വീതം 105 പേർക്ക്, അതായത് 105 വീടുകൾ നിർമ്മിക്കുകയാണ് മുസ്ലിം ലീഗ്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കുകയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന അവസ്ഥയിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്, അതിലേറെ ആത്മാഭിമാനമുണ്ട്. കാരണം പലരും മുടക്കാൻ ശ്രമിച്ചത്, പലരും പാര വെച്ചത്, മാധ്യമ പ്രവർത്തകർ പോലും ഈ ഒരു പ്രൊജക്റ്റ് നടപ്പിലാവരുത് എന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകർ പോലും നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. സഖാക്കൾ മാത്രമല്ല, ഈ ഒരു പ്രൊജക്റ്റ് നടക്കരുത് എന്ന് ആലോചിച്ച് ഈ പ്രൊജക്റ്റിന് പാര വെക്കാൻ തുനിഞ്ഞിറങ്ങിയ മാധ്യമ പ്രവർത്തകർ അടക്കം നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അതാണ് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്. സർക്കാർ 730 കോടി രൂപയോളം, സർക്കാരിന്റെ ഖജനാവിലേക്ക് 730 കോടി രൂപ എത്തിയിട്ട്, ആ 730 കോടി രൂപ ഉണ്ടായിട്ട് ഇന്ന് വരെ അവിടെ ഒരു വീട് നിർമ്മിച്ച് കൈമാറാൻ സർക്കാരിന്, ഇവിടെ ഭരണം നടത്തുന്ന സർക്കാരിന് സാധിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് അവിടെ
ദുരിതാശ്വാസ ക്യാമ്പുകളിലും വാടക വീട്ടിലും താമസിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് 4500 രൂപ വാടക നൽകുമെന്ന് പറഞ്ഞു. ആ വാടക നൽകുന്നില്ല. ദിനബത്ത നൽകുമെന്ന് പറഞ്ഞു, അത് നൽകുന്നില്ല. അവർക്ക് ചികിത്സാ ചെലവുകൾ നൽകുമെന്ന് പറഞ്ഞു, അത് നൽകുന്നില്ല. ഒന്നും നൽകുന്നില്ല. 730 കോടി രൂപ പിണറായി വിജയൻ പുട്ടടിച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നടന്നില്ല. ഈ 730 കോടി രൂപയും ഊരാളുങ്കലിന്റെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തു. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നടന്നില്ല. അതിനപ്പുറത്തേക്ക് എന്താണ് നടന്നത്? ഒന്നും നടന്നില്ല. അപ്പോ അങ്ങനെയാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ വീട് പണിയുമായി, ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഭൂമി ഏറ്റെടുക്കുന്നു. അത് മുടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സഖാക്കൾ നടത്തുന്നു. സഖാക്കൾ മാത്രമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വരെ അതിന് പാര വെക്കുന്നു. ആ പ്രൊജക്റ്റ് ഇല്ലാതാവണം, അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവരുത്, അത് സാക്ഷാത്കരിച്ച് കാണരുത് എന്ന് മാധ്യമ പ്രവർത്തകർ പോലും ആഗ്രഹിച്ച് കാണുന്നിടത്താണ് നാളെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തികൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തറക്കല്ലിടൽ കഴിഞ്ഞതാണ്, ബട്ട് നാളെ ഈ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 11 ഏക്കറിലായിട്ട് 1000 സ്ക്വയർ ഫീറ്റോട് കൂടിയ 3 റൂമുകളുള്ള ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം നാളെ ആരംഭിക്കുകയാണ്. മുടക്കം വെക്കാൻ, തടസ്സം സൃഷ്ടിക്കാൻ, ഇല്ലാതെയാക്കാൻ ശ്രമിച്ചവർക്കൊക്കെ മുമ്പിൽ ലീഗുകാരൻ എന്ന നിലയിൽ തല ഉയർത്തി നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സംബന്ധിച്ച് ഒരു വാർത്തകൾ വന്നിരുന്നു. തോട്ടഭൂമിയാണ് എന്നും നിയമപ്രശ്നങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ. അന്ന് ഒരു നിമിഷം മനസ്സിന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ടായി. ഒരു വേദനയുണ്ടായി. പാവപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനെന്താണാവോ ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നത്? ആരാണ് ഈ പാര വെക്കുന്ന തെണ്ടികൾ എന്ന് മനസ്സിൽ ചിന്തിച്ചു പോയി. ബട്ട് ഇന്നിപ്പോ അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, അതിനപ്പുറം ഒരു ആത്മാഭിമാനം ഒരു മുസ്ലിം ലീഗുകാരനായതിൽ.